ആദ്യം ഇറങ്ങിയ അച്ഛനമാമി അമ്മായും കൂടെ മിഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന പടമാണ്. ബിൽഡിംഗ് നമ്പർ 30. NASA visit on September 24, 1988. സ്പേസ് ഷട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സ്പേസ് വിസിറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്പേസ് വിസിറ്റൊക്കെ നന്നായിരുന്നു. തിരിച്ച് ന്യൂ ഓർലിയൻസ് പോണതിൻ്റെ തലേന്ന് സെപ്റ്റംബർ 28 വൈകുന്നേരം ഒരു 7 മണിയായപ്പോൾ എടുക്കുന്നതാണ്. ഇത്ര ദിവസം യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് മാത്രമല്ല ഐ ക്യാൻ ഓൾസോ വെറുതായിരുന്നു ആക്ച്വലി. ഇപ്പൊ വന്നിട്ട് ഒരു 3 വീക്സോ മറ്റായി, 2-3 വീക്സോ മറ്റായി. എങ്ങനെയാ സമയം പോയതെന്ന് അറിയില്ല. എനിക്ക് ആ തീയതി, നാള്, പിന്നെ എല്ലാം മറന്നുപോയി. ഇപ്പം എന്താഴ്ചയാണ് എന്ത് തീയതിയാണെന്ന് ഓർമ്മയില്ല. എന്നുവെച്ചാൽ packed with a number of interesting incidents, episodes, sights, and seeing different people, well, having all comforts, conveniences and all that. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ പലതും മറന്നുപോയിരിക്കുകയാണ്. എന്താഴ്ചയാണെന്ന് ഇപ്പോൾ പലപ്പോഴും ഞാൻ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ദേഹത്തിന് അസുഖമൊന്നും ഉണ്ടായിരുന്നു? ക്ലൈമറ്റ് വളരെ നല്ല ക്ലൈമറ്റ്. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് വേറെ തന്നെയുണ്ട്. ഇവിടെ പോയപ്പോൾ കാനഡയിൽ മോൺട്രിയിൽ പോയി അവിടുന്ന് ഒരു 50 നാഴി ദൂരെ വാൽബറിൽ പോയല്ലോ സ്വാമി വിഷ്ണുദേവാനന്ദനെ കാണാനായിട്ട്. വളരെ നല്ലൊരു ഏർപ്പാട് കിട്ടും. അവിടെ ഒരു 100-300 ഏക്കറ
കാടാണ്. ആ കാട് വെട്ടി തെളിച്ച അദ്ദേഹത്തിൻ്റെ ആശ്രമം വളരെ വിസ്താരമായിട്ട് ആശ്രമം, വളരെ പിന്നെ അന്തേവാസികൾ, ഒരു 100-100 അന്തേവാസികളുണ്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാവരും ഈ സൈഡിലുള്ള കൂട്ടർ തന്നെയാണ്. കാനഡ, ആസ്ട്രേലിയ, എളുപ്പന്മാരാരുമില്ല. ഇന്ത്യക്കാരെ ആരെയും തന്നെ കണ്ടില്ല. പക്ഷെ അവരുടെ പേരൊക്കെ ഇന്ത്യ പേരാണ്. ശാരദാനന്ദ, ഷൺമുഖാനന്ദ, യോഗേശ്വരാനന്ദ, അങ്ങനെ ഓരോ പേര് കൊടുത്തിരിക്കുകയാണ്, സ്വാമി കൊടുത്തിരിക്കുകയാണ്. വളരെ നല്ല അറേഞ്ച്മെൻറ്റ്സ് കിട്ടാം. അവരുടെ മെഡിറ്റേഷൻ ഹാള്, പ്രെയർ ഹാള്, ആസന, ഒരു വലിയ പ്ലാറ്റ്ഫോമുണ്ട്. പിന്നെ ഒരു നല്ലൊരു ക്ഷേത്രം, കൃഷ്ണൻ്റെ ഇടം വെച്ചിട്ട് നല്ലൊരു ക്ഷേത്രം, ഒരു ഡോമാണ്, വലിയൊരു ഡോമ്, ഒരു 40-50 അടി ഡയമീറ്റർ കാണും. അത് വളരെ നിശബ്ദമായിട്ട് അവിടെ ഇരുന്ന് ആ മെഡിറ്റേഷൻ പ്രെയറൊക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു സാന്നിധ്യം തോന്നും. ദിവസം രാവിലെ ഒരു 4 മണി മുതൽ 6 മണി വരെ അവിടെയാണ് പ്രെയർ, മെഡിറ്റേഷൻ. പിന്നെ അതുകൂടാതെ ഒരു മെഡിറ്റേഷൻ ഹാളൊന്നുണ്ട്. അത് സന്ധ്യയ്ക്ക് 8 മണി മുതൽ 10 മണി വരെ. അന്ന് ഞങ്ങൾ പോയ സമയത്ത് സ്വാമി വിഷ്ണുദേവാനന്ദ മൗനവ്രതമായിരുന്നു. ആദ്യം പോയി കണ്ടു. സെക്രട്ടറി ശാരദാനന്ദനെ കണ്ടു. നേരത്തെ എഴുതിയിരുന്നു. ശാരദാനന്ദ ഞങ്ങളെ റിസീവ് ചെയ്ത് 2 റൂംസ് തന്നു. ഞാനും ഭാർഗവിയും രവിയും അവിടെ തന്നെ ഉണ്ണിയും പറയും, ഉണ്ണി വേണ്ടുണ്ടായിരുന്നു, കുടുംബത്തിൻ്റെ ഭർത്താവ്. ഞങ്ങൾ 4 ആളും കൂടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3 മണിക്ക് അവിടെ എത്തിയ ഉടനെ ശാരദാനന്ദനെ കണ്ടു. ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഒരു 2 റൂം തന്ന് ഞങ്ങളെ കംഫർട്ടബിളാക്കി. സ്വാമിയോട് ഞങ്ങൾ വന്ന വിവരമൊന്ന് അറിയിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി മൗനത്തിലാണ്. കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ ഒരു റെസ്റ്റിലായിരിക്കും, അത് കുറേ കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ I was in a hurry that Swamiji should let known about our arrival. Then we had naturally leave things to her. കുറെ കഴിഞ്ഞു ഞാനും ഉണ്ണിയും രവിയും കൂടി നടക്കാൻ പോയി. ഒരു 2-3 വരലാന്ന് നടന്ന് ഒരു 5-5:30 മണിക്ക് അമ്മായി റൂമിലിരുത്തിയിട്ട് ഞങ്ങൾ നടക്കും. അമ്മായി റൂമിലിരുന്നതല്ല, അവിടെ യോഗാസനം നടന്നുകൊണ്ടിരുന്നു. അമ്മായി അവിടെ നിന്ന് അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ നടക്കാൻ പോയിട്ട് ഒരു 5-5:30 മടങ്ങിയെത്തുമ്പോഴേക്ക് ഈ സ്വാമി ശാരദാനന്ദവും ആശ്രമം ഡയറക്ടർ ഷൺമുഖാനന്ദ, അവർ 2 ആളും ഞങ്ങൾ തിരഞ്ഞു പിടിച്ച് ഓടിയെത്തി. അപ്പോൾ സ്വാമി, നിങ്ങൾ വന്ന വിവരം അറിഞ്ഞു. നിങ്ങളെ VIP ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, VIP എന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് ഒരു വലിയ ഇമോഷനോട് കൂടി പറയായിരുന്നു ആരുടെ ശാരദാനന്ദ. അതേമാതിരി തന്നെ ഈ ഷൺമുഖാനന്ദവും ആശ്രമ സെക്രട്ടറി. പിന്നെ ഉടനെ വിളിച്ചുകൊണ്ട് പോയി. എനിക്കും ഭാർഗവിക്കും സ്വാമി വിഷ്ണുദേവാനന്ദ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു റൂമുണ്ട്, ഒരു പ്രത്യേക റൂം, ഒരു പ്രത്യേക കെട്ടിടത്തിൽ. അതാണ് ഞങ്ങൾക്ക് തരാനായിട്ട് സ്വാമി പറഞ്ഞിരിക്കുന്നത്. ഉടനെ ഞങ്ങൾ സാമാനങ്ങളൊക്കെ എത്തിച്ച് അവിടെ കൊണ്ട് എത്തിച്ചു. ആ റൂമിൻ്റെ തൊട്ടതായിട്ട് സെക്രട്ടറി റൂമുണ്ട്. അതിന് മുമ്പിൽ ഒരു വലിയൊരു റിസപ്ഷൻ ഹാളുണ്ട്. അത് മാത്രം ഒരു വലിയൊരു കെട്ടിടത്തിലാണ്. ആ കെട്ടിടത്തിലാണ് പിന്നെ ഞങ്ങൾക്ക് റൂം മാറ്റി തന്നത്. സകല സൗകര്യങ്ങളുണ്ട്. പിന്നെ മറ്റേ രവിക്കും ഉണ്ണിക്കും കൂടി വേറെ നല്ലൊരു ഡബിൾ ബെഡ്റൂം, നല്ലൊരു റൂം മാറ്റി അവിടെ കൊടുത്തു. പിന്നെ സ്വാമി പറഞ്ഞു പോലും 6:30 ഞങ്ങളെ അങ്ങോട്ട് ഡിന്നറിന് എത്തിക്കാൻ തന്നു. അപ്പോൾ മണി ഒരു 5:45-6 മണിയായി. ഒരു 6:30 അത് മുമ്പായിട്ട് ഈ അരമണിക്കൂറിലിടയ്ക്കലായിരുന്നു ഷൺമുഖാനന്ദാവും ആശ്രമം സെക്രട്ടറി ഷൺമുഖാനന്ദാവും സ്വാമിയുടെ പേഴ്സണൽ സെക്രട്ടറി